ഈ ഷാറുഖ് ഖാനും അമിതാഭ് ബച്ചനും ഒക്കെ അരിയും പച്ചക്കറിയും മേടിക്കുന്ന എവിടുന്നാന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇതാണ് ഇന്ത്യയിലെ മോസ്റ്റ് എക്സ്പെൻസീവ് പലചരക്ക് കട. ഇവിടെ ബോളിവുഡിലെ ഒട്ടുമിക്ക ആക്ടേഴ്സ് എല്ലാം ഷോപ്പിങ്ങിന് വരാറുണ്ട്. ഇന്ന് ഞാനും അങ്ങോട്ട് ഷോപ്പിങ്ങിന് പോവാണ്. അതിന്റെ അകത്ത് പ്രൈം ഫീസ്റ്റബിൾസ് 450 രൂപയുടെ വിക്സ് മുട്ടായി, കോള ഫാൻഡ, പിന്നെ 2000 രൂപയുടെ ഉരുളക്കിഴങ്ങ് വരെ. പിന്നെ ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത കുറെ അധികം പ്രൊഡക്ട്സും കണ്ടു. അത് മാത്രമല്ല, ഇന്ത്യയിലെ മോസ്റ്റ് ലക്ഷറിസ്റ്റ് ഷോപ്പിംഗ് മോളിൽ പോയിട്ട് ഒന്നും മേടിക്കാതെ തിരിച്ചും വന്നു. ലെറ്റ്സ് സ്റ്റാർട്ട്. വെൽക്കം ടു അനദർ ചാപ്റ്റർ ഓഫ് റിച്ച് പീപ്പിൾ ഡൂയിങ് റിച്ച് തിങ്സ്. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പാവപ്പെട്ടവരാണെന്നല്ല, മറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ശരിയല്ലെന്നാണ്. എടാ, നമ്മൾ സാധാരണക്കാർ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? പക്ഷെ അംബാനിയെ പോലുള്ള ബില്യണേഴ്സ് പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ റീസൺ. അങ്ങനെ ഞാൻ ഒരു ദിവസം അങ്ങനെ പ്രാർത്ഥിച്ച് നോക്കിയപ്പോഴേക്കും എൻ്റെ കയ്യിൽ കുറെ പൈസ കിട്ടി. അങ്ങനെ നമ്മൾ ഇന്ന് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫുഡ് ഷോപ്പിങ്ങിന് പോവാണ്. കേരളത്തിലല്ല, മുംബൈയിൽ. നമ്മൾ ഇന്ന് പോകുന്നത് ഫുഡ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു കടയിലേക്കാണ്. എൻ്റെ പുറകെ കാണുന്നതാണ് ആ സ്ഥലം. അങ്ങനെ ഞാൻ ആ കടയിലോട്ട് കയറിയപ്പോഴേക്കും എടാ, ഒരു എയർപോർട്ടിലോട്ട് കയറിയ ഫീല്. അവിടെ ഞാൻ ആദ്യം സ്പോട്ട് ചെയ്തത് ഒരു സ്ട്രോബെറിയാണ്. എടാ, ഒരു സ്ട്രോബെറിക്ക് 2000 രൂപടാ. 5 എണ്ണം തിന്നാലും 1 മാസത്തെ EMI അടയ്ക്കാൻ പറ്റും. ഇവിടുത്തെ പ്രൊഡക്ട്സിന് എല്ലാം ഒരു പ്രത്യേകതയുണ്ട്. എല്ലാത്തിനും ഒരു ഫാൻസി ലിമിറ്റഡ് എഡിഷൻ ഉണ്ട്. ലൈക്ക് പോക്കിമോൻ കൊക്കോകോള, ഡോറേമോൻ, കിൻഡർ ജോയി. അത് ശരി, സെലിബ്രിറ്റീസിന് പോക്കിമോനും ഡോറേമോനും, നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് കുഞ്ഞുമോനും സാബുമോനും. ഇവിടെ നമ്മുടെ ലേസ് ഇരിപ്പുണ്ട്. എത്രയാ? അമ്മേ, സാധാരണ കിച്ച് വന്നാൽ നമ്മൾ വിക്സ് കഴിക്കാറുണ്ട് 1 രൂപ കൊടുത്തിട്ട്. പക്ഷേ പൈസ ഉള്ളവർ കിച്ച് വന്നാൽ 450 രൂപ കൊടുക്കണം വിക്സിന്. എടാ, 2 കുഴിമന്തിയുടെ പൈസയാടാ ഒരു വിക്സ് മുട്ടായിക്ക്. ശരിക്കും പറഞ്ഞാലേ, ഈ ബിസിനസ് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമുള്ള കാര്യമല്ല. നീ മിണ്ടരുത്. നമ്മുടെ ഈ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് വിക്സ് മുട്ടായി പോലെയാണ്. പെട്ടിക്കട ഇരിക്കുമ്പോൾ ഒരു വിലയും കാണത്തില്ല, പക്ഷേ വലിയ ലക്ഷറീസ് സൂപ്പർ മാർക്കറ്റ് ഇരിക്കുമ്പോൾ അതൊരു പ്രീമിയം പ്രോഡക്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ കണ്ടത് ഉരുളക്കിഴങ്ങാണ്. വെറും ഉരുളക്കിഴങ്ങല്ല, പർപ്പിൾ കളറുള്ള 2000 രൂപയുടെ പൊട്ടറ്റോ. എടാ, ഈ 2000 രൂപയ്ക്ക് ആരാടാ ഉരുളക്കിഴങ്ങ് മേടിക്കുന്നത്? ചീറ്റോസിന്റെ വില 575 രൂപയാണ്. അങ്ങനെ ശരിക്കും പോപ്കോണിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് മഖാന. ഇത് ശരിക്കും വാട്ടർ ലില്ലി എന്ന് പറഞ്ഞ സീഡ് ഉണ്ടാക്കി എടുക്കുന്ന സാധനമാണ്. എനിക്കറിയില്ല ഇതൊന്നും, കണ്ടിട്ട് തല ഇറങ്ങണം. ഓ, ഈ സാധനം കണ്ടോ? ട്രഫിള്. ഈ സാധനം ശരിക്കും ഇത് ശരിക്കും ഇത് ഈ ഒരു നമ്മൾ സാധാരണക്കാര് ബട്ടറിനെ ബട്ടർ എന്നല്ലേ പറയുന്നത്. പക്ഷെ ഇവിടെ കൊളോക്കിയലായിട്ട് പറയുന്നത് എന്താണെന്നറിയോ? ഇറ്റ്സ് ആർട്ടിസണൽ ഇമ്പോർട്ടഡ് പശുവിന്റെ എസൻസ് ദാറ്റ് വിസ്പേഴ്സ് പഴയ സീക്രട്ട് ഇൻ യുവർ പനീർ. എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത കൊക്കക്കോള എഡിഷൻ ഒക്കെ ഞാൻ അവിടെ കണ്ടു. ഈ കൊക്കക്കോളയ്ക്ക് നമ്മൾ ഒരു ഫ്ലേവറേ കണ്ടിട്ടുള്ളൂ. ഇവിടെ വന്നപ്പം വനീല റിച്ച് ആയില്ലേ? വനീല എന്ന് പറയാം. വനീല ഫ്ലേവർ ഉണ്ട് ഇതിനകത്ത്. ബെസ്റ്റി. ഇത് മാത്രമല്ല, ഫാൻഡ അത് ഇങ്ങനത്തെ ഒരു കുപ്പിയില്. മൈ ഗോഡ്, ഫാൻഡയ്ക്ക് ഇങ്ങനെയൊക്കെ സാധനം ഉണ്ടല്ലേ? നമ്മളിപ്പോഴാണ് അറിയുന്നത്. വി നീഡ് ജസ്റ്റിസ്. നമ്മളെല്ലാവരും തിന്ന് മടുത്ത ഒരു ബിസ്ക്കറ്റ് ആയിരിക്കും ഓറിയോ വെച്ച് പല പ്രോഡക്ട്സ് ഉണ്ട്. ഓറിയോ മിൽക്ക് ഷേക്ക് ഉണ്ട്, ഓറിയോ ഐസ്ക്രീം ഉണ്ട്, ഓറിയോ സാൻഡ്വിച്ച് ഉണ്ട്, ഓറിയോ ബജി ഉണ്ട്. यार तो आज अपन बना रहे हैं ओरियो पकौड़ा, डीप फ्राई कर लो, उसके बाद ഈ അവന്മാര് ഷഡ്ഡി മാത്രമേ ഇറക്കാനുള്ളൂ. അതുകൊണ്ടോ? ഓറിയോ പോപ്കോൺ. ഇത് ഓറിയോയുടെ ടേസ്റ്റ് ആയിരിക്കും അല്ലേ?
അടുത്തതായിട്ട് വില കേൾക്കാൻ റെഡി ആയിക്കോ. ഇൻട്രൊഡ്യൂസിങ് സ്റ്റാൻലി ടംബ്ലർ. ഈ ഒരു കുപ്പിക്ക് വേണ്ടിയിട്ട് വെളിയിൽ ആൾക്കാർ സൂപ്പർ മാർക്കറ്റിൽ അടി ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും. പക്ഷേ ഈ കുപ്പിയുടെ റേറ്റ് എത്രയാണെന്നറിയോ? 10,000 രൂപയാണ് ഇതിന്. ഇതാണ് സ്പെഷ്യൽ എഡിഷൻ കോളിഫ്ലവർ. പച്ച, മഞ്ഞ, പർപ്പിൾ, നീല എല്ലാ കളറും ഉണ്ട്. മത്തങ്ങയ്ക്ക് ഹെൽമെറ്റ് വെച്ചേക്കോ. ഇനി ഇതിന്റെയൊക്കെ റേറ്റ് കണ്ട് തല കറങ്ങി വീണെന്ന് വിചാരിക്കും. അവിടെ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിച്ചാൽ 1 മാസത്തെ സാലറി കട്ടായി. ഈ കടയിൽ സാധനങ്ങൾക്കൊക്കെ ഇത്രയും റേറ്റ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സാധനങ്ങളെല്ലാം ഇമ്പോർട്ടഡ് ആണ്. അതുകൊണ്ട് ഞാൻ അവിടെ അധികം സമയം കളഞ്ഞില്ല, നേരെ അടുത്ത ഷോപ്പിങ്ങിന് പോയി. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഇന്ത്യയിലെ മോസ്റ്റ് ലക്ഷറിയസ് ഷോപ്പിംഗ് മോളിലേക്കാണ്, ജിയോ വേൾഡ് പ്ലാസ. ഇന്ന് എൻ്റെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ മേടിക്കും എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ ഇല്ലാത്ത 5 ലക്ഷം രൂപയായിട്ട് ആ മോളിൻ്റെ അകത്തേക്ക് കയറി. എവിടെ നോക്കിയാലും വെട്ടി തിളങ്ങുന്നു. ഇവിടെ ഗ്ലോബൽ ബ്രാൻഡ്സ് ആയിട്ടുള്ള ഗുച്ചി, ബർബറി, റോളക്സ്, ബലൻസിയാഗ അങ്ങനത്തെ എല്ലാ ബ്രാൻഡ്സും ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഞാനൊരു ഷോപ്പ് കണ്ടു, നേരെ അതിൻ്റെ അകത്തോട്ട് കയറി. അങ്ങനെ ഞാൻ അതിൻ്റെ അകത്ത് കയറിയിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്തത്. ഒരു ജാക്കറ്റിന് 3,25,000 രൂപ. ഒരു ഷർട്ടിന്റെ മുകളിൽ വേറൊരു ഷർട്ട്, ഓൺലി 1,40,000 റുപ്പീസ്. നമ്മളിങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യമില്ലടാ. പിന്നെ നമ്മളെ പൈസ ഉണ്ടാക്കണം. അച്ചടിച്ചാലോ? അതിന് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അയ്യോ അതല്ല, ഷാറുഖ് ഖാൻ ഒന്നുമല്ല, ഞാൻ ഡിസൈനർ ആവാൻ പോവാ. ഇതൊക്കെയാണ് പുതിയ ട്രെൻഡ്. നീ അവിടെ ഇരി. ഇപ്പൊ നീ 1,70,000 രൂപയുടെ ഉരുപ്പടിയായി. ഇത് തന്നെ പുതിയ ഡിസൈൻ. എടാ നീ പൊട്ടക്കണറ്റില്ല തവളയാടാ. ഇപ്പൊ ഇതാ ട്രെൻഡ്. ഒരു സെല്ലോ ടേപ്പ് ഇങ്ങനെ കയ്യിലിട്ടാല് 90,000 രൂപ. എനിക്ക് തോന്നുന്നത് ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള ജോലി ഒരു ഫാഷൻ ഡിസൈനറിന്റെ ജോലിയായിരിക്കും. സാറേ, പുതിയ ഡിസൈൻ ഒന്നുമില്ലേ? പുതിയ ഡിസൈൻ ഒന്നുമില്ലേ? പുതിയ ഇതെന്നാ? ഇതാ ഡിസൈൻ. ഇതെന്നാ തേങ്ങയാ? ഇതെന്നാ തേങ്ങയാ? പുതിയ ഫാഷനാടാ. ഇതിന് എത്ര ലക്ഷം? ഒട്ടക്കണറ്റിലെ തവള ഉണ്ടായിരിക്കടാ. ഇതാണ് ആ പുതിയ ട്രെൻഡ്. പെട്ടെന്നൊരു സംഭവം നടന്നു. എൻ്റെ ഈ റിയാക്ഷനൊക്കെ കണ്ടിട്ടായിരിക്കും എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അതെനിക്ക് ഫീലായ. അന്ന് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ദിവസം നിൻ്റെയൊക്കെ മുന്നിൽ ഞാൻ വരും ആ ബാഗ് മേടിക്കാൻ. പിന്നെ എനിക്ക് തലയ്ക്കോളല്ലേ 3 ലക്ഷം രൂപയ്ക്ക് കീറിയ ബാഗ് മേടിക്കാൻ. റാംബോക്കിന് പോവാ. ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളും പണിയെടുത്ത് കുറേ പൈസ ഉണ്ടാക്കിയിട്ട് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ മേടിക്കണം. മേടിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നന്നായി വാ. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ലൈഫിൽ ഒരുത്തനെ ഇമിറ്റേറ്റ് ചെയ്യരുത്. അല്ല പിന്നെ അത് ഷാറുഖ് ഖാൻ അടിക്കുന്നു. ഷാറുഖ് ഖാൻ നീ തന്നെയല്ലേ പറഞ്ഞ ആരെയും ഇമിറ്റേറ്റ് ചെയ്യില്ലെന്ന്? അയ്യോ